എൻ്റെ ഒ പിയിലേക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന അസുഖവുമായിട്ട് ധാരാളം പേര് വരാറുണ്ട്. അവരുടെയൊക്കെ ചോദ്യം ഇത് ചികിത്സാ സാധ്യമാണോ എന്നുള്ളതാണ്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. സ്വന്തം ശരീരത്തിൻ്റെ ജോയിൻറ്റുകളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അസുഖമാണത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിനൊരു ആയുർവേദത്തിന് ഒരു വ്യക്തമായ എക്സ്പ്ലനേഷനുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ പചനത്തിനായി നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ അഗ്നികളാണ്. അതിന് എൻസൈംസ് എന്നും ഹോർമോൺസ് എന്നും ഒക്കെ വിളിക്കാം. നമ്മുടെ ആഹാരത്തെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്കാക്കി മാറ്റുന്നതാണ് ഇവരുടെ ജോലി. ഈ കാറ്റലിസ്റ്റുകൾ വേണ്ടത്ര വർക്ക് ചെയ്യാതിരുന്നാൽ എ എന്ന് പറയുന്ന സാധനം ബി ആവുന്നതിന് പകരം സിഒ ഡിഒ ഇഒ ഒക്കെ ആവാം. ആ കെമിക്കലിനെ കുറേയധികം നമ്മുടെ ലിവറും കിഡ്നിയും കൂടെ പുറത്ത് തള്ളും. പക്ഷേ ഓയിൽ സോലുബിൾ ടോക്സിൻസിനെ കിഡ്നി ഫിൽട്ടർ ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ ആ ടോക്സിൻസ് നമ്മുടെ ബ്ലഡിലൂടെ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ടിഷ്യൂവിൽ പോയി അറ്റാച്ച് ചെയ്യും. ഇവിടെ നമ്മുടെ ജോയിൻറ്റിൽ വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ശ്രദ്ധ അങ്ങോട്ട് കേന്ദ്രീകരിക്കും. കാരണം പരിചയമില്ലാത്തൊരു കെമിക്കലാണ് അവിടെ വന്നേക്കുന്നത്. ഞങ്ങളുടെ ഭാഷയിൽ അത് ആമം, പുതിയ ഭാഷയിൽ ടോക്സിൻസ്. അങ്ങനെ വരുമ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ടാകും. ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിച്ചാൽ ഇത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അത്ര പെട്ടെന്നൊന്നും മാറുന്നതല്ല. പക്ഷേ മറ്റ് ശാസ്ത്രശാഖകളെക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ട് ഇതിനെ മാനേജ് ചെയ്യാൻ ആയുർവേദത്തിന് സാധിക്കും. ദഹനം കറക്റ്റാക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. കഴിക്കുന്ന ആഹാരത്തിൽ കൃത്യത വേണം. അതിൻ്റെ ദഹന പചന വ്യവസ്ഥകളിൽ കൃത്യത വേണം. അതിൽ നിന്ന് ഉണ്ടാകുന്ന എക്സ്ക്രീഷൻ പുറത്തു പോകുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ദഹിക്കാതെ കിടക്കുന്ന ആഹാര വസ്തുക്കളെ ദഹിപ്പിച്ച് കളയാനുള്ള പ്രവൃത്തി, അതിനു വേണ്ടിയിട്ടുള്ള ഔഷധങ്ങൾ അകത്തേക്ക് കൊടുക്കണം. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സർക്കുലേഷനാണ്. സർക്കുലേഷൻ പുനഃസ്ഥാപിക്കാനായിട്ട് പലതരത്തിലുള്ള മസാജുകൾ നമ്മൾ നടത്താറുണ്ട്. ആയുർവേദത്തിൻ്റെ മസാജുകളൊക്കെ ലോങ് സ്ട്രോക്സാണ്. ആ ലോങ് സ്ട്രോക്സ് ചെയ്യുന്നത് തന്നെ ആ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേതിൽ പഞ്ചകർമ്മം നമ്മൾ നടത്തേണ്ടി വരും. നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ നമ്മളുടെ നാച്ചുറൽ ഒറിഫൈസസിൽ കൂടെ പുറത്ത് കളയാം. അങ്ങനെ ടോക്സിൻസ് ഒക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് ഫലിക്കും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജിൽ ശോധന ചികിത്സ കഴിഞ്ഞാൽ ശമന ചികിത്സകൾ ചെയ്യാം. അവിടെ നമ്മുടെ ദഹന പചന വ്യവസ്ഥകളെ കൃത്യമാക്കി മാറ്റാനുള്ള പ്രവർത്തികൾ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ജോയിൻസിൻ്റെയും മസിൽസിൻ്റെയും ലിഗമെൻസിൻ്റെയും ടെൻഡൻസിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ ചെയ്യുന്നു. ഇത് വീണ്ടും വരാതിരിക്കാനായിട്ട് ആ പുനരുദ്ഭവ ചികിത്സ എന്ന് പറയുന്നൊരു പ്രത്യേക രീതിയുണ്ട്. അതും ഞങ്ങൾ രസായന ആയുർവേദ സെൻറ്ററിൽ ചെയ്യുന്നുണ്ട്.